ഹായ് ഓൾ, ഇറ്റ്സ് വെനസ്ഡേ ഈവനിങ്. തുടർച്ചയായിട്ട് മോർണിംഗ് വ്ലോഗ്സ് ഇടുന്നത് കൊണ്ടാവണം ഇന്നലെ വൈകുന്നേരം ഇൻസ്റ്റയിലും യൂട്യൂബിലും ഒരുപോലെ കമൻറ്റ് ഉണ്ടായിരുന്നു, ഇനി അല്പം വൈകുന്നേരത്തെ കാഴ്ചകൾ കൂടി ആകാമെന്ന്. അതുകൊണ്ട് ഇന്നൊരു ഈവനിങ് വ്ലോഗാണ് കേട്ടോ. രാവിലെ തല നനച്ച് കഴിഞ്ഞാൽ ഞാൻ തുമ്മിച്ചാവും ആ ദിവസം. അതുകൊണ്ട് വൈകുന്നേരമാണ് കുളി. സ്കൂളിൽ നിന്ന് വന്ന് ഒന്ന് കുളിച്ച് കഴിഞ്ഞപ്പോഴേക്ക് ഇന്ന് അലൻ ഇവിടെ മീൻ മേടിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ചെമ്മീനും പിന്നെ ചുവന്ന മീനുമാണ് വാങ്ങിച്ചുകൊണ്ട് വന്നത്. അമ്മയും ലില്ലിയമ്മച്ചിയൊക്കെ അതിനെ ചുവപ്പം കോരാന്നാണ് പറയുന്നത്. അപ്പോൾ അതിൽ ചെമ്മീൻ വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കണ്ടിട്ട് അത് വീണ്ടും ഫ്രിഡ്ജിൽ കയറ്റാൻ എനിക്ക് തോന്നിയില്ല. ചെമ്മീനൊക്കെ ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ രുചി മാറുന്ന പോലെയാണ്. നാളത്തേക്ക് കുറച്ച് ചെമ്മീൻ റോസ്റ്റ് ഉണ്ടാക്കി വെക്കാമെന്ന് കരുതി. ഈ ചെമ്മീൻ റോസ്റ്റ് ഒന്നും രാവിലെ എണീറ്റ് ചെയ്യാൻ നടക്കത്തില്ല കേട്ടോ, ഒത്തിരി സ്റ്റെപ്സ് ഉണ്ട്. അപ്പോൾ ആദ്യം ഇതൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കാശ്മീരി മുളക് പൊടിയും കുറച്ച് വിനാഗിരിയും ഉപ്പും ചേർത്ത് നന്നായിട്ട് കുഴച്ചിട്ട് ഞാനിത് കുറച്ച് നേരം മാറ്റി വെക്കുകയാണ്. എന്നെ നേരിട്ട് അറിയാവുന്നവർക്കറിയാം, വളരെ റെയറായിട്ട് മാത്രം നോ പറയുന്നൊരു വ്യക്തിയാണ് ഞാൻ. ഇല്ല, പറ്റില്ല എന്നൊക്കെ പറയാൻ എനിക്ക് നല്ല ബുദ്ധിമുട്ടാണ്. ചെറുപ്പത്തിൽ ഒരുപാട് നോ മാത്രം കേട്ട് വളർന്നുകൊണ്ടാവാം അങ്ങനെ. ഒന്നുമില്ലെങ്കിലും ദിവസത്തിൽ 2-3 മിനിറ്റെങ്കിലും എനിക്ക് വേണ്ടി മാറ്റി വെക്കുന്നവരല്ലേ ഈ പറയുന്നത്. അതൊക്കെ കൊണ്ട് തന്നെയാണ് 2-3 കമൻറ്റ് കണ്ടപ്പോഴേക്ക് ഇന്ന് തന്നെ ഈവനിങ് വ്ലോഗ് എടുക്കാമെന്ന് ഞാനങ്ങ് വിചാരിച്ചത്. പാൽപ്പൊടിയിലാണ് കേട്ടോ ഇവിടെ ചായ ഇടുന്നത്, അതുകൊണ്ടാണ് പാലെടുക്കാത്തത്. പിള്ളേർക്ക് കൊടുക്കാൻ മാത്രമേ മിൽമ വാങ്ങിക്കാറുള്ളൂ. ഇതിലെ പകുതി സാധനങ്ങളും എനിക്ക് എത്താറില്ല കേട്ടോ. പിന്നെ കുഞ്ഞുണ്ണിമാഷ് പറയുന്ന പോലെ പൊക്കമില്ലായ്മയാണ് എൻ്റെ പൊക്കം എന്ന് പറഞ്ഞ് ഞാനങ്ങ് ആശ്വസിക്കും. സാധാരണ ഇതൊക്കെ എടുക്കാനായിട്ട് ഞാൻ കുക്കുസാറിൻ്റെ സ്റ്റൂളെടുത്തിടാറാണ് പതിവ്. ഡിന്നറിൻ്റെ ഇവിടെ ചപ്പാത്തിയാണ് എടുക്കാറ്, അല്ലെങ്കിൽ കഞ്ഞി. കുക്കുവിന് ചോറ് കൊടുക്കാൻ ശ്രമിക്കാറുണ്ട്. ചിക്കത്തെ ചോറ് കുറച്ചധികം ബാക്കിയിരിക്കുന്നത് കൊണ്ട് തന്നെ ഇന്ന് രാത്രി ഞാൻ പാൽക്കഞ്ഞി ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത്. അതിനായിട്ടുള്ള പയർ ഞാൻ ഇപ്പോഴേ അങ്ങ് കുക്കറിലിട്ടു. ഞാൻ പയർ വേവിക്കുമ്പോഴത്തേക്ക് ഒരു 3 വിസിൽ ഹൈ ഫ്ലെയിമിലും 2 വിസിൽ ലോ ഫ്ലെയിമിലും എടുക്കാറുണ്ട്. അത് കഞ്ഞിക്കാവുമ്പോൾ കഞ്ഞിയിൽ നല്ലപോലെ വെന്ത് കിടക്കണമല്ലോ. തോരനൊക്കെ ആണെങ്കിൽ ഒരു 2 വിസിൽ ഹൈ ഫ്ലെയിമിൽ 2 വിസിൽ ലോ ഫ്ലെയിമിൽ അങ്ങനെയാണ് എടുക്കാറ്. ഞാനും കുക്കും സ്കൂളിൽ നിന്ന് എത്തുന്ന ടൈമിൽ അമ്മ നിലുവായിട്ട് ഒരു ഉച്ചയോർക്കൊക്കെ കഴിഞ്ഞ് എണീറ്റിട്ടുണ്ടാവും. അമ്മയ്ക്കുള്ള കട്ടൻ ഇട്ട് കുടിച്ചിട്ടാണ് അമ്മ പിള്ളേർക്കുള്ള പാലൊക്കെ കാച്ചി വെക്കാറുള്ളത്. അതുകൊണ്ടാണ് അമ്മയ്ക്കിപ്പോൾ ചായ ഇടാത്തത് കേട്ടോ. കുക്കു ഫുട്ബോൾ കളിക്കാൻ പോയാൽ അവിടെ ലില്ലിയമ്മച്ചി അമ്മയും പിന്നെ ഇറങ്ങി വെളിയിൽ ബെഞ്ചിലിരിക്കും. ബസ്സൊക്കെ ഇവിടുന്ന് റോഡ് മുന്നിലുള്ളതുകൊണ്ടും പിന്നെ കടലും. ബോളൊക്കെ അങ്ങോട്ട് പോയാൽ അവൻ പുറകെ പോയാലോ എന്നൊക്കെയുള്ള ചിന്തയാണ് രണ്ടുപേർക്കും. ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ അങ്ങനെ ഒരു കുട്ടി മരിച്ചിട്ടുമുണ്ട്, ബോൾ കടലിലേക്ക് പോയിട്ട് അതെടുക്കാൻ പോയിട്ട്. ഞാൻ ലിയോ ആണ് കേട്ടോ, അലൻ പൈസീസും. സ്ഥിരമായിട്ടുള്ള ക്ലീഷേ കപ്പിൾ കപ്സ് മേടിക്കാണ്ട് എന്തെങ്കിലും ഒരെണ്ണം വെറൈറ്റി ആയിട്ട് മേടിക്കണം എന്നാലോചിച്ച് ഞാൻ ഓൺലൈനിൽ നിന്ന് തപ്പി പിടിച്ചതാണിത്. പിന്നെ ബ്ലാക്ക് എൻ്റെ ഫേവറേറ്റ് കളറും. ചായക്കൊപ്പം കുറച്ച് ഇമ്പോർട്ടഡ് ബിസ്ക്കറ്റ്സ് ആവാം. നല്ല ഏലക്ക ഫ്ലേവറുള്ള ബിസ്ക്കറ്റ്സ് ആണ്. ഞാൻ ഈയിടെയായിട്ട് യൂസ് ചെയ്യുന്ന ഷാമ്പുവും കണ്ടീഷണറും പിന്നെ സോപ്പും പിന്നെ കുക്കുസാറിന് ഫ്രിഡ്ജിലൊരു ക്യാൻഡി ബോക്സും ഉണ്ട്. അതും ഈ ബിസ്ക്കറ്റ്സും ഇതൊക്കെ ഞാൻ ഡിവോഴ്സ് ചെയ്യാത്ത എൻ്റെ ഒരു മാമി എനിക്ക് എബ്രോഡിൽ നിന്ന് അയച്ചു തരുന്നതാണ്. ഈ പ്ലാന്റ്സ് ഒറിജിനൽ അല്ല കേട്ടോ. ഞാനിവിടെ ഒറിജിനലായിട്ട് ഹാങ്ങിങ് പ്ലാന്റ്സ് ഒക്കെ വെക്കാൻ ഒരുപാട് ശ്രമിച്ചു. 2-3 തവണ നട്ടിട്ടും ഇവിടെ ഒട്ടും സൺലൈറ്റ് കിട്ടാത്തതുകൊണ്ട് അതൊന്നും പിടിക്കുന്നില്ല. കാർ പോർച്ചിൻ്റെ മേലത്തെ റൂഫിങ് കാരണം ഒരു തരി സൺലൈറ്റ് അകത്തോട്ട് വരാത്തതുകൊണ്ട് ഒഴിക്കുന്ന വെള്ളം തന്നെ കെട്ടിയൊക്കെ നിന്നിട്ട് ചീഞ്ഞു പോവുകയാണ്. ഞാൻ അതുകൊണ്ട് മീഷോയിൽ നിന്ന് വാങ്ങിച്ച ഫേക്ക് പ്ലാന്റ്സ് ആണത് കേട്ടോ. അത് എപ്പോഴും കറങ്ങി തിരിഞ്ഞു കിടക്കും. ഞാനത് നേരെ ഇടുന്നതാണത്. ചായ കൂടി കഴിഞ്ഞപ്പോൾ ചെമ്മീൻ റോസ്റ്റിനായിട്ടുള്ള ചെറിയുള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടെ എടുത്ത് ഞാൻ വെളിയിലോട്ട് ഇരിക്കാൻ തുടങ്ങി. എൻ്റെ അടുത്ത് കമൻറ്റിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ സ്ഥലം ഏതാണെന്ന്. ഇത് തന്നെയാണ് എൻ്റെ സ്ഥലം. ദേ ആ കുരിശുടിയുടെ പുറകിൽ കാണുന്നതാണ് എൻ്റെ വീട്. ഞാൻ ലില്ലിയമ്മച്ചിയുടെ വീട്, ലില്ലിയമ്മച്ചിയുടെ വീടെന്ന് പറയുന്ന വീട്. ലില്ലിയമ്മച്ചി എൻ്റെ ഗ്രാൻഡ് മദറാണ്, പപ്പയുടെ അമ്മ. ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ, ഈ തിര അടിക്കുന്നത് ഇങ്ങറ്റം വരെ വന്നടിക്കും. അതുകൊണ്ട് താഴത്തോട്ട് ഇറങ്ങി പോകാൻ പറ്റില്ല. ഈ പോസ്റ്റ് ചരിച്ചിട്ടിരിക്കുന്നത് അലനും ഫ്രണ്ട്സും ഒക്കെ വൈകുന്നേരം ഇരിക്കുന്ന സ്ഥലത്താണ്. ഇതിൻ്റെ നേരെ ഇപ്പുറത്തായിട്ട് കുറച്ച് പുല്ലും കുറച്ച് വെള്ളമണ്ണൊക്കെ ഞങ്ങൾ വാരിയിട്ടതാണ്. അത് പിന്നെ ഇങ്ങനെയായി. ഇവിടെയാണ് ഞങ്ങൾ ഇരിക്കുന്നത് വൈകുന്നേരത്ത്. കൊല്ലം പരവൂർ ബീച്ചുകളിലേക്ക് പോകുന്ന തീരദേശ റോഡാണിത്. റോഡ് തീരെ മോശമാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങളോട് ആരടുത്തും ഇതുവഴി വരാൻ പറയില്ല. എന്നെ ചെടുക്കുന്നതാണ് നല്ലത്, നടുവിന് നല്ലത്. അമ്മ വൈകുന്നേരം ഞങ്ങൾ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് നിലുവിനെ എടുത്തിട്ട് അമ്മച്ചിയുടെ അടുത്തേക്ക് പോയി കേട്ടോ. അമ്മേനെ കൊണ്ട് ഞാൻ അധികം പണിയൊന്നും എടുപ്പിക്കാറേ ഇല്ല. ഞാൻ എൻ്റെ അമ്മേനെ പൊന്നുപോലെ നോക്കുന്നത്. അമ്മേനെ അങ്ങനെ ആരും പൊന്നുപോലൊന്നും നോക്കിയിട്ടില്ല കേട്ടോ. ആരെങ്കിലുമൊക്കെ നോക്കണ്ടേ. നമ്മളെല്ലാവരും ഒരുപോലെ സ്നേഹിക്കണം, പരിഗണിക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്നത് വ്യാമോഹമാണെങ്കിലും ലൈഫിൻ്റെ ഏതെങ്കിലും ഒരു പോയിന്റിൽ ഒരാളെങ്കിലും നമ്മളെ ഒരുപാട് വിലപ്പെട്ടതായിട്ട് കാണണം എന്നൊരു മോഹം എല്ലാവർക്കും കാണില്ലേ. ആസ് എ ഹ്യൂമൻ ബീങ് ഇറ്റ്സ് എ bare minimum thing to wish for. നേരത്തെ ഞാൻ പറഞ്ഞില്ലേ എൻ്റെ മാമിയെ പറ്റി. മാമിയുടെ പേര് മഞ്ജു എന്നാണ്. ഒറിജിനൽ നെയിം കുഞ്ഞുമോൾ എന്നാണ്. മഞ്ജു എന്ന് എല്ലാവരും വിളിക്കും. ഞാൻ മഞ്ജു എന്ന് വിളിക്കും. കുക്കു സാറ് മഞ്ജു അമ്മച്ചി എന്ന് വിളിക്കും. എന്താണല്ലേ, ഒരു സെക്കൻഡ് ഒന്ന് ആലോചിച്ച് നോക്കിയേ. നിങ്ങളുടെ കയ്യിലിരിക്കുന്ന കുഞ്ഞിനെ മാറ്റിയിട്ട് പെട്ടെന്നൊരു ദിവസം വേറൊരു കുട്ടിയെ കൊണ്ട് തന്നിട്ട് ഇനി ഇതാണ് നിങ്ങളുടെ കുട്ടി, നിങ്ങളുടെ മകനായി മകളായി കരുതി സ്വന്തമായിട്ട് കണ്ട് സ്നേഹിക്കണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കത് പറ്റുമോ? അപ്പോൾ പിന്നെ ഈ മൈ ലൈഫ് മൈ ചോയ്സസ് എന്നൊക്കെ തട്ടി വിട്ടിട്ട് കൂടെ ഇത്ര നാൾ വിശ്വസിച്ച് കഴിഞ്ഞ ഒരാളെ സങ്കടത്തിലാക്കിയിട്ട് വേറൊരാളെ കൊണ്ട് കുഞ്ഞിൻ്റെ മുമ്പിൽ നിർത്തിയിട്ട് ഇനി ഇതാണ് നിൻ്റെ അമ്മ, നിൻ്റെ അച്ഛൻ, അങ്ങനെ സ്നേഹിക്കണം എന്നൊക്കെ പറഞ്ഞാൽ കുട്ടികളത് എങ്ങനെ ചെയ്യുന്നതിനെ കുറിച്ച് ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അമ്മ അമ്മ തന്നെയാണ്, അച്ഛൻ അച്ഛനും. എന്ന് വെച്ച് എല്ലാവർക്കും അങ്ങനെ ആവണമെന്നില്ല കേട്ടോ. ടോക്സിക് റിലേഷൻഷിപ്പ്, നാർസിസിസം, ഡൊമസ്റ്റിക് വയലൻസ് ഇതൊന്നും ഒരു കാരണവശാലും ടോളറേറ്റ് ചെയ്യപ്പെടേണ്ടതല്ല. അത് കുടുംബത്തിന് വേണ്ടിയായാലും മക്കൾക്ക് വേണ്ടിയായാലും. അപ്പോഴാണ് ഞാൻ നേരത്തെ പറഞ്ഞ നമ്മുടെ ലൈഫിൽ ഒരാളെങ്കിലും നമ്മൾ ഡിസേർവ് ചെയ്യുന്ന പോലെ നമ്മളെ സ്നേഹിക്കണം എന്നുള്ള പോയിന്റ് ആപ്ലിക്കബിൾ ആവുന്നത്.
പറഞ്ഞ് കാട് കയറി. നമുക്കിനി കൊഞ്ച് റോസ്റ്റ് ഉണ്ടാക്കാം. വെളിച്ചെണ്ണയിലേക്ക് കറിവേപ്പില ഇട്ടിട്ട് കൊഞ്ചാദ്യം വറുത്ത് മാറ്റണം. ഒത്തിരി വറുക്കരുത് കേട്ടോ. മീഡിയം സൈസ് പ്രോൺസ് ആണെങ്കിൽ 3 to 4 മിനിറ്റ്സ് മതി. അതിനുള്ളിൽ അത് ഫ്രൈ ചെയ്ത് കോരണം. ലാർജ് സൈസ് ആണെങ്കിൽ 5 to 8 മിനിറ്റ്സ്. കൊഞ്ച് ഒരുപാട് ഫ്രൈ ആയാൽ അതിൻ്റെ ആ മീറ്റിൻ്റെ ടെൻഡർനെസ് ഒക്കെ പോയി അത് ഭയങ്കര ടൈറ്റായി മുറുകി ഒരുമാതിരി റബ്ബർ പോലെ മൊത്തത്തിലൊരു വട്ടമായിട്ട് കിടക്കും. തീ ഒന്ന് സിമ്മിലാക്കിയിട്ട് ഞാൻ കൊഞ്ച് വറുക്കാനിട്ടു. എണ്ണ അധികം തിളച്ചിട്ടില്ല. എനിക്ക് കൈവച്ചത് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാനായിട്ടാണ് ഞാൻ നേരത്തെ ഇട്ടത്. പയറ് വെന്തു. അതിലേക്ക് ബാക്കി ഇരുന്ന ചോറിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി അല്പം ഉപ്പും വെള്ളവും ചേർത്ത് ഇതൊന്ന് ചൂടാക്കിയെടുക്കാം. ഞാൻ വൈകിട്ട് വന്നപ്പോൾ തന്നെ അമ്മയോട് പറഞ്ഞിരുന്നു കേട്ടോ, രാത്രി പാൽക്കഞ്ഞി ഉണ്ടാക്കാമെന്ന്. അതുകൊണ്ട് തന്നെ തേങ്ങ ഞാൻ തിരികത്തില്ല എന്ന് അമ്മയ്ക്ക് അറിയാവുന്നതുകൊണ്ട് അമ്മ തേങ്ങ തിരികെ വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ അത് വെച്ചിട്ട് തേങ്ങാപ്പാലൊക്കെ എടുത്ത് നേരത്തെ വെച്ചിട്ടുണ്ട്. നമ്മളിട്ട് ചോറൊന്ന് ചൂടായി വരുന്ന ഗ്യാപ്പിലേക്ക് താളിക്കാനായിട്ട് പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുകും ചെറിയുള്ളി അരിഞ്ഞതും ലേശം കറിവേപ്പിലയും 2-3 വറ്റൽമുളക് ഞാൻ സിസേഴ്സ് വെച്ച് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ചെറിയ പീസസ് ആയിട്ട്. അതും കൂടി ഇട്ട് കൊടുത്തിട്ടാണ് ഞാൻ കഞ്ഞി താളിക്കുന്നത്. പയറ് ചെറിയുള്ളിയും മുളക് പൊടിയൊക്കെ ഇട്ട് ഒന്ന് ഉലത്തിയെടുത്തിട്ട് കഞ്ഞി സെപ്പറേറ്റ് ആയിട്ട് വെച്ചും എടുക്കാറുണ്ട്. പക്ഷേ ഇത് എനിക്കിഷ്ടപ്പെട്ട ഒരു ഐറ്റമാണ് കേട്ടോ. മധുരത്തോട് ഇച്ചിരി ഇഷ്ടം കൂടുതലാണ്. അപ്പോഴേക്ക് ചെമ്മീൻ്റെ ഒരു വശമൊക്കെ നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. നന്നായിട്ടെന്നല്ല, അത്യാവശ്യത്തിന് നമുക്ക് വേണ്ട അളവിൽ മുരിഞ്ഞിട്ടുണ്ട്. ഇത് ഇനിയും കുക്ക് ചെയ്യപ്പെടാനുള്ളതല്ലേ, അതുകൊണ്ട് ഇത്രയും മതി. അതൊന്ന് ഇളക്കിയിട്ടു. ഇനി മറ്റേ വശം കറക്റ്റായിട്ട് ഓരോന്നും തിരിഞ്ഞ് വീഴില്ല, എന്നാലും മൊത്തത്തിൽ ചിക്കിക്കൂട്ടി എടുക്കുമ്പോഴത്തേക്ക് എല്ലാ വശവും ഒരുപോലെ വേഗം എന്ന് വിചാരിച്ച് നമുക്കങ്ങനെ ചെയ്യാം. ചോറും പയറും വെള്ളവും ഒക്കെ ചേർന്ന് ഇവിടെ തിളയ്ക്കാൻ തുടങ്ങി. അതിലേക്ക് ഇനി തേങ്ങാപ്പാൽ ഒഴിക്കാം. പാലൊഴിച്ച് കഴിഞ്ഞാൽ ഞാൻ അധികം വേവിക്കാറില്ല. പാല് തിളച്ച് കഴിഞ്ഞാൽ കഞ്ഞിയുടെ രുചി കുറയും. അപ്പോഴേ അങ്ങ് ഓഫ് ചെയ്യും. ചെറുതായിട്ടൊന്ന് ചൂടാക്കും കേട്ടോ. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് നമ്മൾ താളിച്ച് വെച്ചിരിക്കുന്നതെടുത്ത് ഇതിൻ്റെ മീതേക്ക് ഇട്ടാൽ നമ്മുടെ പാൽക്കഞ്ഞി റെഡിയായി. എരിവ് കുറവുള്ളതുകൊണ്ട് ഇത് പിള്ളേർക്കും കൊടുക്കാം. പിന്നെ കഞ്ഞിവെള്ളം ബാക്കി വരുമെന്നുള്ള ടെൻഷനും വേണ്ട. ഇതിൻ്റെ കഞ്ഞിവെള്ളത്തിന് നല്ല ടേസ്റ്റ് ആയിരിക്കും. കഞ്ഞി എടുക്കാനായിട്ടുള്ള സമയമൊന്നും ആയിട്ടില്ല, എന്നാലും നേരത്തെ ചെയ്തു വെച്ചു. ഇനി നമുക്ക് കൊഞ്ച് വറുത്തത് മാറ്റാം. അതേ പാനിൽ തന്നെയാണ് നമ്മൾ കൊഞ്ച് റോസ്റ്റ് ചെയ്യുന്നത്. ഞാൻ ഈ കൊഞ്ച് റോസ്റ്റ് കണ്ടുപഠിച്ചത് ഷാൻജിയോ ചേട്ടൻ്റെ ചാനലിൽ നിന്നാണ് കേട്ടോ. ലില്ലിയമ്മച്ചിയുടെയോ അമ്മയുടെയോ റെസിപ്പി അല്ല. അവർ ചെയ്യുന്നത് വേറൊരു രീതിയിലാണ്. അതുപോലെ ഇനി എപ്പോഴെങ്കിലും ചെയ്യുമ്പോൾ കാണിക്കാം. ഞാൻ വെളിയിലിരുന്ന് തന്നെ കൊഞ്ചിന് വേണ്ടിയിട്ടുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറിയുള്ളിയൊക്കെ അരിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആദ്യം നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറിയുള്ളിയാണ്. ഇതിൽ കടുകിട്ട് താളിക്കാറില്ല. ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയിട്ട് ഇതിൻ്റെ പച്ചമണം മാറി തുടങ്ങുമ്പോൾ ഇതിലേക്ക് അല്പം കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. ഏത് കറി ഉണ്ടാക്കാൻ നേരത്തും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കറിവേപ്പിലയൊക്കെ വഴറ്റുമ്പോൾ നല്ലൊരു മണമായിരിക്കും അല്ലേ വരുന്നത്. അതിന് പിറകെ ഞാൻ ദേ ചെറിയുള്ളി ഇട്ട് കൊടുത്തു. ഈ ചെറിയുള്ളിയൊക്കെ ഞാൻ വെളിയിലിരുന്ന് കൈവച്ചരിഞ്ഞതാണ് കേട്ടോ. ഞാൻ ഒരുപാട് ആഗ്രഹിച്ച് വാങ്ങിക്കുന്ന ചോപ്പിംഗ് ബോർഡ്സൊക്കെ പെട്ടെന്ന് തന്നെ നശിച്ചു പോകുന്നു. അതിൻ്റെ മേളിൽ സ്ക്രാച്ച് വീഴുമ്പോൾ എനിക്ക് സങ്കടം വരും. അതുകൊണ്ട് മാക്സിമം ഞാൻ കൈവച്ചേ അറിയാറുള്ളൂ. മെനക്കെട്ടിരുന്ന് ഓരോ ഉള്ളി വീതം അരിഞ്ഞെടുത്തതാണിത്. അതൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആവണം. അപ്പോൾ ആ ഗ്യാപ്പിന് കഞ്ഞിക്കുള്ള പപ്പടം ഞാൻ കാച്ചി വെച്ചു. കിച്ചണിലിരിക്കുന്ന ഐറ്റംസ് നിങ്ങൾക്ക് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും. ഞാൻ മാക്സിമം കളേഴ്സ് ഇതിനകത്ത് കൊണ്ടുവരാൻ ശ്രമിക്കും കേട്ടോ. അങ്ങനെ പല കളറിലെ പ്ലാസ്റ്റിക് ചോപ്പിംഗ് ബോർഡ്സും ഞാൻ വാങ്ങിക്കാറുണ്ട്. പിന്നെ ഈ അടുത്തായിട്ട് മൈക്രോ പ്ലാസ്റ്റിക്സ് നമ്മൾ കഴിക്കുന്നു എന്നൊക്കെയുള്ള റീലും വീഡിയോസും കണ്ടതോടെ അത് നിർത്തി. നമ്മൾ ഉപ്പിട്ട് വഴറ്റാനിട്ടിരുന്ന ചുവന്നുള്ളി ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകൊക്കെ നന്നായിട്ട് വഴന്ന് ഒരു ഗോൾഡൻ കളറൊക്കെ വന്ന് തുടങ്ങി. അതിലേക്ക് ഇനി കാശ്മീരി മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കണം. മറ്റ് മസാലകളൊന്നും ഇപ്പോൾ ഇതിലേക്ക് ചേർക്കുന്നില്ല. ഇനി ഒരു തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാം. നല്ലപോലെ കളർ കിട്ടാനായിട്ടാണ് തക്കാളി ലേറ്റായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. മുമ്പഴത്തെ പോലെയല്ല ഇപ്പോൾ കിട്ടുന്ന തക്കാളികളൊക്കെ, വളരെ ഹാർഡാണ്. ഇതിനിപ്പോൾ ഒരു പേരുമുണ്ട്, സാലഡ് തക്കാളി എന്ന്. മുമ്പ് കിട്ടിയിരുന്ന തക്കാളിയൊക്കെ അരിഞ്ഞിട്ട് അപ്പോഴേ ഉടഞ്ഞു വരുമായിരുന്നു. ഇതൊക്കെ ഇടിച്ച് കുത്തി ഉടയ്ക്കണം. ഇനി തക്കാളി ആഡ് ചെയ്ത് കൊടുത്ത് അതൊന്ന് ഇടിച്ച് കുത്തി ഉടച്ചതിന് ശേഷം അതിലേക്ക് ചൂടുവെള്ളം അല്പം ഒഴിച്ചു കൊടുക്കാം. പച്ചവെള്ളം ഒഴിക്കരുത് കേട്ടോ. ഒന്ന് തിളച്ച് വറ്റിച്ചാൽ അതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ച ചെമ്മീനും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് അവസാനം ഞാൻ 2 പൊടികൾ ചേർക്കുന്നുണ്ട്. കുറച്ച് ഗരം മസാലയും കുറച്ച് ക്രഷ്ഡ് പെപ്പറും. അത് ഫ്രഷ്ലി ക്രഷ്ഡ് ആണെങ്കിൽ ടേസ്റ്റ് കൂടും. എൻ്റെ കയ്യിൽ ഫ്രഷ്ലി ക്രഷ്ഡ് ഇല്ല. എൻ്റെ മിക്സിയുടെ ചെറിയ ജാറ് നിലു ഒറ്റ എറിഞ്ഞ് പൊട്ടിച്ചതുകൊണ്ട് എല്ലാത്തിനും കൂടെ എനിക്കിപ്പോൾ ഒറ്റ ജാറേ ഉള്ളൂ. അതിൽ ഇത്തിരി കുരുമുളകൊന്നും ഇട്ടാൽ പൊടിഞ്ഞു വരില്ല. ഇതാണ് എൻ്റെ ചെമ്മീൻ റോസ്റ്റ്. ഇത് ഇന്നത്തേക്കല്ല കേട്ടോ, നാളത്തേക്കാണ്. ഇതിപ്പോൾ തന്നെ ഞാൻ നല്ലപോലെ അടയ്ക്കാത്തത് ഒന്ന് തണുക്കാനാണ്. തണുത്ത് കഴിഞ്ഞാൽ ഞാനതെടുത്ത് ഫ്രിഡ്ജിലേക്ക് മാറ്റും. ഇങ്ങനൊരു സംഭവം ഇവിടെ ഉണ്ടെന്ന് ഞാൻ ആരോടും പറയില്ല. അങ്ങനെ തൽക്കാലത്തെ പണികളൊക്കെ കഴിഞ്ഞ് ഞാനിപ്പോൾ അപ്പുറത്തെ ലില്ലിയമ്മച്ചിയുടെ അടുത്തേക്ക് പോവും. കുരിശടിയിൽ നിന്ന് നേർച്ച കൊടുക്കും. ഇന്ന് നേർച്ച കൊടുത്തത് ബന്നും ഒരു ഗ്ലാസ് പാലുമാണ്. കുക്കുവും പാല് കുടിച്ചു ബന്ന് കഴിച്ചു എന്നൊക്കെ വന്ന് പറഞ്ഞു. എനിക്കുള്ള നേർച്ച അമ്മച്ചി അവിടെ വാങ്ങിച്ചു വെച്ചിരിക്കും കേട്ടോ. ഞാൻ പോയി അതൊക്കെ കഴിക്കും. പിന്നെ അവിടെ ഇവിടെയൊക്കെ കറങ്ങി നടന്ന് വർത്താനമൊക്കെ പറഞ്ഞ് കുറച്ച് നേരം കടപ്പുറത്തൊക്കെ പോയി ഇരുന്നിട്ട്, കടപ്പുറത്തല്ല ആ നേരത്തെ കാണിച്ച സ്ഥലത്ത്, അവിടെ ഇരുന്ന് വർത്താനമൊക്കെ പറഞ്ഞിട്ട് അലനൊക്കെ വീട്ടിൽ കയറുന്ന സമയത്തെ ഞങ്ങളും തിരിച്ചു വരുള്ളൂ. കുക്കുവും പിള്ളേരും ഒക്കെ അവിടെ അത്രയും നേരം കളിച്ചുകൊണ്ടിരിക്കും. വൈകുന്നേരം വന്നിട്ട് ഹോംവർക്ക് തീർത്തിട്ട് ഇറങ്ങാമെന്ന് പറഞ്ഞിട്ട് കേൾക്കാതെ ഇന്നൊന്നും ചെയ്യാതെയാണ് ആൾ കളിക്കാൻ പോയേക്കുന്നത്. ഒരു പുതിയ ഫുട്ബോൾ അലൻ ഓൺലൈൻ ഓർഡർ ചെയ്ത് വരുത്തിയിട്ടുണ്ട്. അതിൻ്റെ പുറകെയാണിപ്പോൾ.
കഞ്ഞിയുടെ കൂടെ നെത്തോലി പീര പറ്റിച്ചത് കുറച്ചിരിപ്പുണ്ട് കേട്ടോ, അതും കൂടെ എടുക്കുകയാണ്. ഇവിടെ ഇപ്പോൾ 3 പ്ലേറ്റ് മാത്രം വെച്ചത്. അമ്മേനെ വിളിച്ചപ്പോൾ അമ്മ പറഞ്ഞു എനിക്കുള്ള കഞ്ഞി കുക്കറിൽ വെച്ചിരുന്നാൽ മതി, ഞാൻ അതിൽ കഴിച്ചോളാം എന്ന് പറഞ്ഞിട്ട് ആളവിടെ നിലുവിൻ്റെ കൂടെ കിടന്നുറങ്ങുവാണ്. പിന്നെ പപ്പടം വറുത്തതും വെച്ചു. ലില്ലിയമ്മച്ചി കുറച്ച് മാങ്ങ അച്ചാറിട്ട് തന്നിരുന്നു കേട്ടോ. മധുരത്തോട് ഇഷ്ടമുള്ള പോലെ തന്നെ അച്ചാറിനോടും ഉപ്പിലിട്ടതിനോടും ഒക്കെ എനിക്ക് നല്ല ഇഷ്ടം കൂടുതലാണ്. അതൊക്കെ ഇവിടെ എല്ലാവർക്കും അറിയാം. അപ്പോൾ ഏത് വീട്ടിൽ അച്ചാറിട്ടാലും എനിക്ക് കുറച്ച് തരും കേട്ടോ. അമ്മ ഇട്ടാലും ലില്ലിയമ്മച്ചി അച്ചാറിട്ടാലും പിന്നെ ഭവിയാൻ്റെ അച്ചാറിട്ടാലും കുറച്ച് എനിക്ക് വെച്ചിരിക്കും. അങ്ങനെ കുക്കു മേലൊക്കെ കഴുകി വന്നിട്ട് ഞങ്ങൾ 3 പേരും കൂടെ കഞ്ഞി കുടിക്കാനിരുന്നു. ഞാൻ അമ്മേനെ പോയി എണീപ്പിച്ച് വിട്ടു, അല്ലെങ്കിൽ ആൾ ഇനി അങ്ങ് കിടന്ന് ഉറങ്ങും, കഴിക്കില്ല. അങ്ങനെ കഞ്ഞിയൊക്കെ കുടിച്ചു കഴിഞ്ഞപ്പോഴേക്ക് അമ്മ അമൃതം കാച്ചി നേരത്തെ വെച്ചിട്ടുണ്ടായിരുന്നു. അത് തണുപ്പിച്ചെടുത്തു. നിലുവിൻ്റെ കുപ്പിയിലേക്കും ഗ്ലാസ്സിലേക്കും ഒഴിച്ചു. ഇനി ഇത് രണ്ടും അതേ ചരുവത്തിൽ തന്നെ കുറച്ച് വെള്ളം എടുത്തിട്ട് ഞാൻ വെക്കും, ചീത്തയാവാതിരിക്കാനായിട്ട് രാവിലെ വരെ. അങ്ങനെ ആ പരിപാടിയും കഴിഞ്ഞപ്പോഴേക്ക് അമ്മയും ഞാനും കൂടെ കിച്ചണൊക്കെ ക്ലീൻ ചെയ്തു. പാത്രങ്ങൾ വളരെ കുറച്ചേ കഴുകാനുണ്ടായിരുന്നുള്ളൂ. അതെല്ലാം ഞാനും അമ്മയും കൂടെ തന്നെ കഴുകി അങ്ങ് ഒതുക്കി. ഞങ്ങളെല്ലാവരും അങ്ങനെ പുറത്തിരിക്കുന്ന സമയത്ത് നിലു ആരുടെയെങ്കിലും കയ്യിലിരുന്ന് ഉറങ്ങും കേട്ടോ. അങ്ങനെ ഉറങ്ങുമ്പോൾ അമ്മ നിലുവായിട്ട് ഇങ്ങ് വീട്ടിലേക്ക് പോരും. നിലുവിനെ കൊണ്ട് കിടത്തിയിട്ട് അമ്മ അമൃതം കാച്ചി. അമ്മ രാത്രിയാണ് കുളിക്കുന്നത്. കുളിച്ചിട്ടായിരിക്കും ഞങ്ങൾ വരാനായിട്ട് വെയിറ്റ് ചെയ്യുന്നതല്ല, അമ്മയ്ക്ക് വിശപ്പാവില്ല എന്ന് പറഞ്ഞിരിക്കുന്നതാണ്. പിന്നെ സ്കൂളും വൈകിട്ടത്തെ പണിയൊക്കെ കഴിഞ്ഞ് എനിക്ക് പുറത്തോട്ട് ഇറങ്ങാൻ കിട്ടുന്ന ആ സമയമായതുകൊണ്ട് ഞാൻ അവിടെ തന്നെ ഇരിക്കും. അമ്മ ഉണ്ടല്ലോ വീട്ടിൽ, അല്ലെങ്കിൽ ഞാൻ അവനെ മടിയിൽ വെച്ച് അവിടെ തന്നെ ഇരിക്കും കേട്ടോ. ഞങ്ങൾ മേലത്തെ ബെഡ്റൂമിലാണ് കിടന്നുറങ്ങുന്നത്. അമ്മ താഴെയാണ്. താഴെ ബെഡ്റൂമിൽ കിടക്കാൻ പറഞ്ഞാലും കേൾക്കില്ല. അവിടെ ഈശോയുടെ പടത്തിന് മുമ്പിൽ കിടക്കും. രാത്രി 3 മണിക്ക് കരുണയുടെ കൊന്ത പഠിക്കാനായിട്ടെന്നാണ് ആൾ പറയുന്നത്. സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും താങ്ക്സ് ഉണ്ട്. നമുക്കിനി മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ.